മഴത്തോരും മുമ്പേൽ രോഹിത്തിനെ ഫോണിലൂടെ പ്രണയമറിയിക്കാൻ രേവതിക്കുട്ടി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴത്തോരും മുമ്പേലാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ വന്ന് കയറുന്നുണ്ട്. ഇതേ സമയം അലീന എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ ആദ്യം തന്നെ വിളിക്കുന്നത്. ഏതാണ്ട് തൻ്റെ മകളുടെ സ്ഥാനം ബാലചന്ദ്രൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനം മാത്രമല്ല, മകളായി തന്നെ കാണുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം ആദ്യം തന്നെ കൃഷ്ണമോളാണ് വരുന്നത്. കൃഷ്ണമോളോടും അലീനയുടെ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ഇവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കെ അലീന അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും ഗോവർദ്ധൻ അലീനയെ ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് ഇവള് ഇങ്ങോട്ട് വരുന്നതും നോക്കി നമ്മുടെ അലീന. അങ്ങനെ ഇരിക്കെയാണ് പ്രേക്ഷകരെ നമ്മുടെ ഗോവർദ്ധൻ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കി നിന്ന് അവസാനം അലീന ഒരു അനാഥയായി ജീവിച്ചതിനെ ഓർത്ത് ദുഃഖിക്കുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടാകും ഒരു കാര്യവും തുറന്നു പറയരുതെന്ന്. അതുകൊണ്ട് തന്നെ ഗോവർദ്ധനോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അലീനയും സഹോദരങ്ങളും. അപ്പോഴും ഗോവർദ്ധൻ സത്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തന്നോടൊന്നും ചോദിക്കേണ്ട, അതെല്ലാം ബാലേട്ടനോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് കൃത്യമായി തന്നെ എല്ലാത്തിനും മറുപടി തരും, ഉത്തരം തരുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇവിടെ അലീനയാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, നല്ല അലച്ചിലായിരുന്നെന്ന് തോന്നുന്നല്ലോ അച്ഛാ. അച്ഛൻ 1-2 ദിവസത്തിനുള്ളിൽ ക്ഷീണിച്ചു പോയല്ലോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ വന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി നിൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് അലീന ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ അലീനയാണെങ്കിൽ ബാലചന്ദ്രന് ചായയുമായിട്ട് ചെല്ലുന്നുണ്ട്. വിവരങ്ങൾ അറിയാനാണെന്ന് ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നിന്നെ ഒരു വീട്ടിലേക്കാണ് വിടാനായിട്ട് പോകുന്നത്. ആ വീട്ടിൽ ഒരുപാട് വേലക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് എൻ്റെ അവിടെ പ്രസക്തി എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കാണ് അവിടെ അധികാരവും അവകാശവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു എസ് പറഞ്ഞാൽ നിനക്ക് അന്ന് തന്നെ അവിടേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേലക്കാരുള്ള വീട്ടിലേക്ക് താൻ പോകേണ്ട ആവശ്യം എന്താണ് അച്ഛാ എന്ന് ചോദിക്കുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ മോളെ, നീ അവിടെ ചെന്നാൽ സുരക്ഷിതയായിരിക്കും, നിനക്കവിടെ സുരക്ഷിതമായി നിൽക്കാനായിട്ട് കഴിയും, നിനക്ക് 100% പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം നമ്മുടെ അലീന അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നീ ചിന്തിക്കുകയൊന്നും വേണ്ട, അയാൾ ഓക്കെ പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ നിന്നോട് സത്യമൊക്കെ തുറന്നു പറയാം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അലീന മുകളിലേക്ക് നിന്ന് താഴേക്ക് വരികയാണ്. ഇതേ സമയം ഒരുപാട് ചോദ്യങ്ങൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടെങ്കിലും അലീന അതിനെല്ലാം സങ്കടത്തോടെ തന്നെയാണ് മറുപടി പറയുന്നത് എന്ന് കാണാൻ കഴിയും. എന്തായാലും അച്ഛൻ തനിക്ക് വേണ്ടി ഒരു വെയർ ഹൗസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അലീന പറയുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതിനെല്ലാം പുറമേണെങ്കിൽ നമ്മുടെ ബബിത അലീനയെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അത് പിന്നെ അങ്ങോട്ട് പരസ്യമായി പറയാനായിട്ട് തുടങ്ങുകയാണെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. രേവതിക്കുട്ടി വിളിച്ച് എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, വീരൻ മര്യാദയ്ക്കല്ലേ വണ്ടി ഓടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് തന്നെയാണ് രേവതിക്കുട്ടി അമ്മായി എന്നൊക്കെ ബബിത കളിയാക്കി വിളിക്കുമ്പോൾ അമ്മായി എന്നൊക്കെ പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ രോഹിത്തിന് ഫോൺ കൊടുക്കാനായിട്ട് പറയുകയാണ്. ഇതേ സമയം രോഹിത്തിന് നമ്മുടെ കൃഷ്ണ ഫോൺ കൊടുക്കുമ്പോൾ ഇതാരാ, മരം കുത്തിയോ എന്നൊക്കെ ചോദിച്ച് അവർ രണ്ടുപേരും പരസ്പരം
ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട് എന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതേ വീരൻ മര്യാദയ്ക്ക് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വീരൻ എഴുതാനുള്ള പേപ്പറൊക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ശരി മരംകൊത്തി മാഡം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന് രോഹിത് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഫ്രീ ആവാൻ എന്തുട്ട് ഇത്ര വലിയ പഠിക്കാൻ എന്ന് രേവതിക്കുട്ടി ചോദിച്ച് കളിയാക്കുന്നത് കാണാൻ കഴിയും. എങ്കിൽ ശരി എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിൽക്കുമ്പോൾ തൻ്റെ മനസ്സ് തുറക്കാൻ പറ്റാത്ത ഒരു സങ്കടത്തിലാണ് രേവതിക്കുട്ടി എന്ന് കാണാം. കൃഷ്ണമോൾക്ക് കാര്യം ഏതാണ്ടൊക്കെ പിടികിട്ടുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ കൂട്ടുകാർ.